त्यो नेपालीहरूमध्ये कसको बढी प्रतिनिधित्व गरेको छु जस्तो लाग्छ यहाँलाई? प्रतिनिधित्व त सबैको गरेको छु। कसको चाहिँ कुरा गर्न अलि बढी मन लाग्छ? बढी कुरा गर्न मन चाहिँ ശ്രമികരുകേ मन लाग्छ। BBC-ക്ക് നൽകിയ ഈ അഭിമുഖമാണ് മായാകുമാരിയെ തിരികെ വിളിക്കാൻ നേപ്പാൾ സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകം. നേപ്പാളികളെ സംബന്ധിച്ച് ഖത്തർ ഒരു തുറന്ന ജയിലെന്നായിരുന്നു മായാകുമാരി അഭിമുഖത്തിൽ പറഞ്ഞത്. ഖത്തർ സർക്കാർ മായാകുമാരിയുടെ പ്രസ്താവനയ്ക്കെതിരെ പരാതി നൽകിയപ്പോൾ അവർ ഖത്തർ സർക്കാരിനോട് അന്ന് മാപ്പ് പറയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ദി ഗാർഡിയൻ പത്രം ഖത്തറിലെ നേപ്പാൾ തൊഴിലാളികൾക്കിടയിൽ നടത്തിയ അന്വേഷണാത്മക റിപ്പോർട്ടിൽ അംബാസഡറുടെ ഈ കമന്റ് ഉൾപ്പെടുത്തുകയും ചെയ്തതോടെ വിഷയം ആഗോള ശ്രദ്ധ നേടി. സ്റ്റേഡിയം നിർമ്മാണത്തിനിടെ മരണപ്പെടുന്ന നേപ്പാൾ തൊഴിലാളികളെക്കുറിച്ചായിരുന്നു ദ ഗാർഡിയൻ പത്രത്തിന്റെ അന്വേഷണം. 2012 മെയ്യിലാണ് മായാകുമാരി ശർമ്മ ഖത്തറിൽ അംബാസഡറായി എത്തുന്നത്. എന്നാൽ നയതന്ത്ര ബന്ധത്തിൽ ഒട്ടും തൃപ്തികരമല്ലാത്ത പ്രവർത്തനമാണ് മായാകുമാരിയുടേതെന്നും അതിനാൽ അവരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതായും നേപ്പാൾ മന്ത്രിസഭ അറിയിച്ചു. 7 ദിവസത്തിനുള്ളിൽ തന്നെ മായാകുമാരി ഖത്തറിൽ നിന്ന് വിടുമെന്ന് നേപ്പാൾ എംബസി അധികൃതർ വ്യക്തമാക്കി. റമീസ് സത്യാറ, മീഡിയ 1, ഖത്തർ.